ഇപ്പം എനിക്ക് തോന്നുന്നു ആദ്യം അഭിനയിച്ചത് സൈക്കിളിലല്ലേ, സൈക്കിളിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ് സംവിധാനം ചെയ്യുന്നത് മലർവാടി ആർട്സ് ക്ലബ്ബാണ്. എങ്ങനെയായിരുന്നു ആ ഒരു അത്രയും ഗ്യാപ്പ് വന്നത് ഡയറക്ഷനിലേക്ക്? ഗ്യാപ്പൊന്നും വന്നില്ല, ഞാൻ എടുത്തോ പിടിച്ചോന്നും ഉണ്ടായിരുന്നു എല്ലാം. അന്ന് എന്താ പറയുക, ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്ട്രെയിറ്റ് നമ്മൾ സിനിമ ചെയ്യുന്നതിലേക്ക് അത് ആ ഒരു ഏജിൽ അധികം ചിന്തിക്കാത്തത് കൊണ്ടും കൂടിയാണ് അപ്പം അങ്ങനെ ചെയ്തത്. ഇപ്പോഴാണ് എനിക്ക് ധൈര്യം വരില്ല, കാരണം എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാലാണ് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇപ്പം എനിക്കറിയാം. അന്ന് എനിക്കറിയില്ല, അന്നെല്ലാം ഓക്കെ ആണെന്നുള്ള ഒരു അച്ഛൻ്റെ എഴുത്തിൻ്റെ സമയത്തായിരുന്നു. ഞാൻ ഓരോ തവണ സ്ക്രിപ്റ്റ് എഴുതിയിട്ടും പോകുമ്പോൾ അതിലുള്ള കറക്ഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും. ഇപ്പോൾ എഴുത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ലൊക്കേഷനിൽ ആരുമില്ലല്ലോ, നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഫസ്റ്റ് മലർവാടി ഞാൻ ചെയ്യുന്ന സമയത്ത് ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. അതിനെ പറ്റിയിട്ടൊക്കെ ഒരു നോളജ് ഉണ്ട്, പക്ഷേ ഇതൊന്നും നമ്മൾ റിയലായിട്ട് നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പുറത്ത് നിന്ന് നമ്മൾ കാണുന്ന സിനിമയല്ല, നമ്മൾ ചെയ്യുമ്പോൾ അകത്ത് നമ്മളെത്തുമ്പോൾ അത് വേറൊരു വേൾഡാണ്. അപ്പോൾ പല കാര്യങ്ങളും പല ആൾക്കാരുടെ അടുത്തും ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നതെന്നൊക്കെ ക്യാച്ച് ചെയ്തിട്ടാണ് ഞാനപ്പോൾ പഠിച്ചുകൊണ്ടാണ് ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ഇപ്പോൾ ഈ സീൻ എങ്ങനെ ചെയ്യാം സുഖമായിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ സുഖമായിട്ടൻ ചില അഭിപ്രായങ്ങൾ പറയുമല്ലോ, ആ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ പിടിക്കും. എന്നിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറയും. അങ്ങനെയൊക്കെയാണ് വർക്കൗട്ടായത്. ആ സമയത്ത് അറിയിച്ചിട്ടില്ല നമുക്ക് വലിയ കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയില്ല എന്ന്, പക്ഷേ ഒരു തട്ടിപ്പിലാണ് അത് നടന്നത്. അത് കഴിഞ്ഞ് തട്ടത്തിൻ മറയത്ത് അതൊരു എന്താ പറയാ, തട്ടം ചെയ്യുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു ഫിലിം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബലം ഉണ്ടായിരുന്നു തട്ടം ചെയ്യുമ്പോൾ. അത് ശരിക്കും എന്താ പറയുക, മലയാളി പ്രേക്ഷകർ, മലയാളികൾ മാത്രമല്ല എല്ലാവരും ഒന്നടങ്കം കൈയടിച്ചൊരു സിനിമയാണ് തട്ടത്തിൻ മറയത്ത്. എനിക്ക് തോന്നുന്നു വിനീതേട്ടൻ്റെ ആ ഒരു ഡയറക്ടോറിയൽ ആ ഒരു ബേസ് വന്നത് തന്നെ എനിക്ക് തോന്നുന്നു തട്ടത്തിൻ മറയത്തിലാണ്. അതിലാണ് ആ സിനിമയാണ് ഏറ്റവും ആക്സെപ്റ്റ് ചെയ്തത്.